ഹേയ് ഹലോ ഇറ്റ്സ് മീ ഹന്ന വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വെക്കേഷനൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ? ഇന്ന് നമുക്ക് 3 ഈസി ആയിട്ടുള്ള മെത്തേഡിൽ ഫോൺ ഹോൾഡർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ പേപ്പർ വെച്ച് തന്നെ ആയിക്കോട്ടെ അല്ലേ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പേപ്പർ പീസ് എടുത്തിട്ടുണ്ട്. ഡയറിയിലെ പേജാണ് ഞാൻ എടുത്തത്. സ്ക്വയർ പീസ് ആവരുത് കേട്ടോ, റെക്റ്റാങ്കിൾ പീസ് തന്നെ ആവണം. എന്നിട്ട് ഇതേ അങ്ങോട്ടും ഇങ്ങോട്ടും റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് ഒന്ന് ക്രോസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ മടക്കുമല്ലോ ഇങ്ങനെ കേട്ടോ. എന്നിട്ട് ഒരു സൈഡിലോട്ട് മടക്കിയിട്ട് ഇതേ പേപ്പർ ഒന്ന് നേരെ തിരിച്ച് വെക്കുക. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. എന്നിട്ട് മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. ഇനി അത് ഞാൻ ചെയ്യുന്നത് പോലെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് തിരിച്ചെടുക്കണം കേട്ടോ. ഐ തിങ്ക് പറയുന്നതിലേറെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴായിരിക്കും മനസ്സിലാവുക. സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഫോൺ ഹോൾഡർ ഇവിടെ റെഡിയാണ്. ഇനി ഫോൺ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് വരുന്ന താഴത്തെ പോർഷനിലല്ല, അതൊന്ന് ജസ്റ്റ് ഒരു സെൻറ്റിമീറ്ററിലൊക്കെ വീതിയിൽ നമ്മളെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മടക്കി കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അതൊന്ന് നിവർത്തി വെക്കുക. അപ്പോൾ നമുക്ക് ഫോൺ വെക്കാനുള്ള പ്ലേസും അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫോൺ ഒന്ന് വെച്ച് നോക്കാം സംഭവം സെറ്റല്ലേന്ന്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഒരു കമൻറ്റും കൂടി തായോ. അപ്പോൾ ഇത് നമ്മുടെ ഫോൺ ഹോൾഡർ ഇവിടെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈസി അല്ലേ സംഭവം? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് വൺ നോക്കാം. സെക്കൻഡ് വണ്ണിന് വേണ്ടി ഞാനൊരു A4 എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കളർ പേപ്പർ ആണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ, ഒന്ന് കളർഫുൾ ആവുമല്ലോ. അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്താലും മതി, ഓപ്ഷണലാണ്. ഞാനിവിടെ A4 ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ സെൻറ്ററിലൊന്ന് മടക്കി കൊടുക്കുക. ശേഷം ഈ സെൻറ്ററിലോട്ട് രണ്ട് സൈഡിൽ നിന്നും ഒന്ന് മടക്കിയെടുക്കണം കേട്ടോ. അതേ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ സെൻറ്റർ ഭാഗത്തോട്ട് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. പരിപാടി കഴിഞ്ഞിട്ടില്ല, ഇനി ഒന്നും കൂടെ സെൻറ്ററിലോട്ട് മടക്കണം കേട്ടോ. ഈ ഫോൾഡ് ചെയ്തതിൻ്റെ പുറമെ ഒന്നും കൂടെ സെൻറ്ററിലോട്ട് മടക്കിയിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും വേണം മടക്കിയിട്ടെടുക്കാൻ. കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇനി ഇത് സെൻറ്ററിലൊന്ന് മടക്കി കൊടുക്കുക. കറക്റ്റ് പേപ്പറിൻ്റെ സെൻറ്ററിലാക്കിയിട്ട് ഒരുമിച്ച് വെച്ചിട്ടൊന്ന് നന്നായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്ററൊക്കെ ഒരു ഏകദേശം നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് മടക്കിയാൽ മതി. അപ്പോൾ ആ ഒരു ചെറിയൊരു വീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. സെൻറ്റർ പോർഷനിൽ നിന്നാണ് മടക്കി കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഭാഗം കൈ വെച്ചിട്ട് അപ്പുറത്തോട്ട് ഇങ്ങോട്ട് പേപ്പർ തിരിച്ചെടുക്കുക കേട്ടോ. തിരിച്ചെടുക്കല്ല മീൻസ് ഇങ്ങോട്ടേക്ക്. വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയണില്ല കേട്ടോ, വിചാരിക്കുന്ന പോലെയല്ല പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ട് മടക്കുക, അതിൻ്റെ ഹാഫ് പോർഷൻ ആക്കിയിട്ടൊന്ന് മടക്കുക. അതുപോലെ അപ്പുറത്തെ ഭാഗം, ആ ഭാഗം കയ്യിൽ നിന്ന് പോരാണ്ട് നോക്കണേ. അപ്പുറത്തെ ഭാഗം ഇതുപോലെ ഹാഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആ ഒരു നമ്മൾ നേരത്തെ മടക്കി വെച്ച ആ ഭാഗത്തേക്ക് മടക്കിയാൽ നമുക്ക് ഇങ്ങനൊന്ന് കിട്ടും കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഈ 2 പോർഷനും കൂടെ നമുക്ക് ഉള്ളിലോട്ടൊന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ ഒരു പേപ്പർ മറ്റതിൻ്റെ അകത്തോട്ടൊന്ന് കയറ്റി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പരിപാടി നമ്മുടെ ഫോൺ ഹോൾഡർ ഇവിടെ സെറ്റാണ്. പറയുന്നതിലേറെ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ കണ്ടാൽ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫോൺ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. കളർ പേപ്പർ ആണെങ്കിൽ ഒന്നും കൂടി കളർഫുൾ ആവുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഐ തിങ്ക് കളർ പേപ്പർ എടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. മൂന്നാമത്തെ മെത്തേഡ് നമ്മൾ കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. ഇങ്ങനെ ഒന്ന് പകുതിയിൽ മടക്കിയിട്ട് ഈ ഒരു ഷേപ്പിൽ വരച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇത് കാണുമ്പോൾ നല്ല ഈസിയാണ് കേട്ടോ, പക്ഷേ സത്യം പറയുമല്ലോ ഞാനിത് 3 പ്രാവശ്യം എങ്ങാണ്ട് ചെയ്തു കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഫസ്റ്റ് മിസ്റ്റേക്ക്. ഞാൻ ഇങ്ങനെ മുകളിൽ നിന്ന് വെട്ടിക്കൊടുത്തു, പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നമുക്ക് ഈ താഴത്തെ പോർഷൻ അല്ല വേണ്ടത്, നമുക്ക് മുകളിലത്തെ പോർഷനാണ് വേണ്ടത്. അപ്പോൾ അറിയാണ്ട് മുകളിൽ നിന്ന് വെട്ടരുത് കേട്ടോ. അപ്പോൾ ഇത് മിസ്റ്റേക്കാണ്, അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടതെന്ന് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, കാരണം നമുക്ക് താഴത്തെ പോർഷൻ അല്ല വേണ്ടത്. ഇത് ഞാൻ 3 പ്രാവശ്യം ചെയ്തിട്ടോ. 3 പ്രാവശ്യം ഞാൻ കട്ട് ചെയ്തപ്പോൾ മാറി പോയി. അങ്ങനെ ലാസ്റ്റ് സക്സസ് ആയതാണ് ഇനി കാണുന്നത്. അപ്പോൾ ഇങ്ങനെ വരച്ചെടുക്കുക കേട്ടോ. കാരണം നമ്മൾ ആ മടക്കുണ്ടല്ലോ, നമ്മൾ ഈ ചാർട്ട് ബോർഡ് പകുതിയാക്കി മടക്കുന്ന ആ മടക്കിലോട്ട് വേണം നമ്മുടെ ഈ താഴത്തെ കോണ് വരാൻ വേണ്ടിയിട്ട്. അത് ശ്രദ്ധിച്ചാൽ മതി. ആ മടക്കിലോട്ട് വേണം നമ്മൾ ഈ നീളത്തിലുള്ള ലൈൻ, അതായത് ആ കോണ് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഈ പിക്ചർ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. പിന്നെ ജസ്റ്റ് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ വരക്കുന്ന പിക്ചറും കട്ട് ചെയ്യുന്ന ആ പോർഷനും കറക്റ്റായി കിട്ടിയാൽ മതി, സംഭവം സെറ്റാണ്. അപ്പോൾ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു താഴത്തെ പോർഷനല്ല, മുകളിൽ ഈ പോർഷനാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡായിട്ട് വരുന്നത്. ഇനി നമ്മൾക്ക് ഇവിടെ ഫോൺ വെക്കാം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് കളർ പേപ്പർ ഒട്ടിക്കുക പെയിൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് മടി കാരണം അതുപോലെ ഇങ്ങോട്ട് വെച്ച് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഇതിലിങ്ങനെ ഫോൺ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 3 മെത്തേഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടെ കൊടുക്കട്ടെ. എന്നാലും നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ ഏതാണ് ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.